ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ചെടിയൊക്കെ നട്ടിട്ട് അതിൽ നല്ല റോസാപ്പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ തുണികളൊക്കെ അലക്കി, ഇന്നലെ ഒന്നും അലക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ തുണികളൊക്കെ അലക്കി ഒക്കെ വിരിച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഈ അലക്കിയ വെള്ളം, വേസ്റ്റ് വെള്ളം കൊണ്ട് കുറച്ച് പണിയുണ്ട് കേട്ടോ. അവിടെ ഞാൻ അങ്ങനെ അലക്കിയ വെള്ളങ്ങളൊന്നും അങ്ങനെ വാഷിംഗ് മെഷീനിൽ അലക്കുന്ന വെള്ളമൊന്നും ഒഴിച്ച് കളയാറില്ല കേട്ടോ. അങ്ങനെ വെച്ചിട്ട് ചിലപ്പം പിന്നെ മുറ്റം കഴുകാണ്ടെങ്കിലും ഒക്കെ എടുക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു സൗണ്ട് കേൾക്കുന്നത്, ഇവിടെ മേലെ നമ്മളെ വീടിൻ്റെ തൊട്ട് മേലെ ഒരു അച്ചപ്പൻ യൂണിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വിറക് മെഷീനിൽ പൊളിക്കുന്ന സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെ ഇതിൻ്റെ സൗണ്ടൊക്കെ കട്ടാക്കിയിട്ട് പിന്നെ മ്യൂസിക്കൊക്കെ ഇടുമായിരുന്നു. പക്ഷെ എനിക്കതിന് ശരിക്ക് സെലക്ട് ചെയ്തിട്ട് മ്യൂസിക് ഇടാൻ അറിയില്ല. അപ്പോൾ ഞാൻ കിട്ടുന്നൊക്കെ ഇടും. ലാസ്റ്റ് വരുമ്പോൾ അത് വീഡിയോ ഇട്ട് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് സൗണ്ട് ഭയങ്കര പിന്നെ അധികമായിട്ട് കേൾക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാവും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ മ്യൂസിക്കൊക്കെ ഇട്ടിരുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ മേലെ നിന്ന് ഇപ്പോൾ സൗണ്ട് കേൾക്കുന്നത്, ആ മെഷീൻ്റെ സൗണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഈ മാർബിൾ കല്ല്, ഇത് അവരുപയോഗിച്ചിട്ട് വാങ്ങിയ വീടല്ല നമ്മൾ. അപ്പോൾ കല്ലിനൊക്കെ ഒരു മങ്ങൽ പോലെ, ചെളി പിടിച്ച പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് സോപ്പും പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അലക്കുമ്പോൾ വെള്ളം ഉണ്ടാവില്ല, അപ്പോൾ അതിട്ട് കഴുകാൻ വെച്ചിട്ട് നല്ലൊന്ന് സോപ്പും പൊടിയൊക്കെ ഇട്ട് അടിച്ച് വെക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ലൊന്ന് ബ്രഷൊക്കെ ഇട്ടിട്ടൊന്ന് തേച്ച് കഴുകണം. അപ്പോൾ നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് അങ്ങനെ മോപ്പ് വെച്ചിട്ട് അങ്ങനെ മേലോടെ അങ്ങനെ തുടച്ചെടുക്കല. അപ്പോൾ ഇത് കല്ല് വന്നിട്ട് മാർബിൾ കല്ല് വന്നിട്ട് മിനുസപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഇത് ഇങ്ങനെ വെള്ളം നനയുന്ന സ്ഥലമായതുകൊണ്ട് മിനുസപ്പെടുത്തി കഴിഞ്ഞാൽ വഴുക്കലുണ്ടാവും എന്ന് വിചാരിച്ചിട്ടായിരിക്കും കേട്ടോ മിനുസപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ പരുക്കനായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ മണ്ണും പൊടിയൊക്കെ ഇങ്ങനെ ആവുമ്പോൾ അതിലിങ്ങനെ പിടിച്ച് കിടക്കുന്നതുകൊണ്ട് അത് തോന്നുന്നു കുറച്ചൊക്കെ മങ്ങലായി കിടക്കുന്നു തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരമായിട്ടുണ്ട് സോപ്പും പൊടിയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ബ്രഷ് വെച്ചിട്ട് നല്ലൊന്ന് തേച്ച് ഉരച്ചെടുക്കണം കേട്ടോ. നല്ല ചെളി വരുന്നുണ്ട്, കല്ലിൻ്റെ ഗ്യാപ്പിലൊക്കെ ഉള്ള ചെളികളൊക്കെ നല്ല വരുന്നുണ്ട് സോപ്പും പൊടി ഇട്ട് കുറച്ച് നേരം വെച്ചതുകൊണ്ട് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും നല്ല തേച്ചൊരച്ച് കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒന്ന് വെള്ളം അടിച്ചിട്ട് നല്ലൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ പിന്നെ ഞങ്ങൾ ആദ്യം എന്ന് പറഞ്ഞാൽ ദേവർശാല നിൽക്കുന്ന ടൈമിലൊക്കെ പറഞ്ഞാൽ വെള്ളം 2-3 ദിവസം, ഒരു മഴക്കാലത്ത് പിന്നെ 6 ദിവസം കറണ്ടും വെള്ളവും ഇല്ലാണ്ടൊക്കെ ഞങ്ങൾ നിന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് നല്ലോണം അറിയാം. അതുകൊണ്ട് ഇങ്ങനെ വെള്ളം അധികം വേസ്റ്റ് ആക്കില്ല കേട്ടോ. അലക്കിയ വെള്ളം വാഷിംഗ് മെഷീനിൽ അലക്കിയ വെള്ളമൊക്കെ കളയുമ്പോൾ മനസ്സിന് ഭയങ്കര ഇതാണ്. അതുകൊണ്ട് തന്നെ ആദ്യം അലക്കിയ വെള്ളം ഒഴിച്ചാളേയും, രണ്ടാമത് അലക്കണതും മൂന്നാമത് അലക്കണ വെള്ളമൊക്കെ അങ്ങനെ ബേസിൽ പിടിച്ച് വെക്കലാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ബാത്റൂം കഴുകാനും ഇതിനൊക്കെ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് വെള്ളം വേസ്റ്റ് ആക്കാറില്ല. എന്താ വെച്ചാൽ വെള്ളം കിട്ടാതെ നിൽക്കുമ്പോഴുള്ള കഷ്ടം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയുന്നതുകൊണ്ടാട്ടോ. ഇപ്പോഴും ഞങ്ങളെ അയൽവാസികളൊക്കെ ഫോൺ വിളിക്കുമ്പോഴും ഒക്കെ പറയലുണ്ട് കേട്ടോ. അവിടെയൊക്കെ ഈ മലമന്ന് വരുന്ന വെള്ളമല്ലേ, അപ്പോൾ ആനയൊക്കെ വന്നിട്ട് എപ്പോഴും പൈപ്പ് ചവിട്ടി പൊട്ടിച്ചിട്ടും വെള്ളമില്ലാതെയും ഒക്കെ ആയിട്ട് അവരെപ്പോഴും കഷ്ടപ്പെടുക തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൻ്റെ വില എന്താണെന്ന് വെച്ചാൽ നമുക്കറിയുന്നതാണ്. അപ്പോൾ അവിടെ കഴുകലും പിടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇന്നലെ ഞാൻ നൈറ്റി തയ്ച്ചിട്ട് പാതിയാക്കി വെച്ചതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്ത് തയ്ക്കാൻ നിൽക്കുകയാണ്. ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ റേറ്റ് കൂടിയ നൈറ്റിയുള്ള ഒരു പീസ് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു കളറാണ്. ഇത് കൊണ്ടുവന്നപ്പോൾ എല്ലാ ആൾക്കാർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പോകുമ്പോൾ ഇതേപോലത്തെ തുണി കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ കിട്ടുമെന്നറിയില്ല. ഈ കളറ് നന്നായിട്ടുണ്ട് കേട്ടോ. തയ്ച്ചിട്ടും നന്നായിട്ടുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഈ തുണിയിൽ 2 നൈറ്റി തയ്ച്ചു കേട്ടോ. ഇനി ഒരു നൈറ്റിയും കൂടി തയ്ക്കാനുണ്ട്. ഇത് വന്നിട്ട് 3 തുണിയും വന്നിട്ട് ഒരു കുടുംബത്തിലുള്ള ആൾക്കാരാണ് കേട്ടോ എടുത്തത്. ഒന്നും കൂടെ നമ്മളെ തൊട്ടയൽവാസി അവരെടുത്തു, പിന്നെ അവരെ ചേച്ചി മോളും കൂടെ, അങ്ങനെ 3 നൈറ്റി അവർ തന്നെയാണ് എടുത്തത്. അപ്പം ഇനി ഇതിൻ്റെ ഒരു നൈറ്റിയും കൂടി ഉണ്ട് തയ്ക്കാനായിട്ട് കേട്ടോ. തയ്ച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു കുഴഞ്ഞ തുണി, ചുരിദാറൊക്കെ തയ്ക്കാൻ പറ്റിയ തുണിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പിന്നെ തയ്ച്ച സ്പീഡൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പുതിയ തുണി ഇറക്കിയ സമയത്ത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു തയ്ക്കാനും. അപ്പോൾ അങ്ങനെ വലിയ ഇൻട്രസ്റ്റൊന്നുമില്ല, എന്നാലും തയ്ക്കന്നെ ഒരു മടി പിടിച്ച് പോകുന്നതാണ് കേട്ടോ. മടിയെന്നല്ല, അതിനിപ്പോൾ എന്താ പറയുക, അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ നൈറ്റി തയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു.
അപ്പോൾ ഇന്നത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.